ഡിസംബറിലാണ് എല്ലാ തവണയും പാലക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പാലക്കാർ ജനമനസ്സുകളിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന പാലാ ജൂബിലി പെരുന്നാൾ. പക്ഷേ ഇക്കുറി പാലിൽ അതുപോലൊരു പെരുന്നാൾ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിലെ പെരുന്നാളല്ല, സുരേഷ് ഗോപിയുടെ ഒറ്റക്കമ്മൻ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് 10 ദിവസം നീളുന്ന പാലാ ജൂബിലി പെരുന്നാൾ മാതൃകയിൽ ഒരു പെരുന്നാൾ അതിൻ്റെ രാത്രികാലങ്ങളിൽ പാലാ ടൗണിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുകയാണ്. പാല മൊത്തം ഉത്സവ പ്രതീതിയിലാണ്. പാലം മൊത്തം ഉണർന്നു എന്ന് വേണമെങ്കിൽ പറയാം രാത്രികാലങ്ങളിൽ. അതുപോലെ തന്നെ ഈ പെരുന്നാളിൻ്റെ സെറ്റിടൽ പാലയിലെ വിപണിക്ക് തെല്ലൊന്നുമല്ല ഊർജ്ജം പറഞ്ഞിരിക്കുന്നത്. ഷൂട്ടിംഗ് ദിനങ്ങളിൽ കച്ചവടക്കാർക്ക് 10 ദിവസത്തേക്ക് തുടർച്ചയായി വാടക, 1000-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് തുടർച്ചയായി ജോലി, ഇതടക്കം വമ്പൻ കാര്യങ്ങളാണ് ഇപ്പോൾ പാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 28-ന് തുടങ്ങിയ ഷൂട്ടിംഗ് ഈ മാസം 10-ഓടെ അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. രാത്രി മുഴുവൻ പാലാ ടൗണിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം ജനത്തിൻ്റെ തിക്കും തിരക്കുമാണ്. പാലക്കാരുടെ കഥ പറയുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് കുരിശുപള്ളി ജംഗ്ഷനിലാണ്. സിനിമയുടെ പ്രധാന ഭാഗമാണ് പാലാ ജൂബിലി പെരുന്നാൾ. നായകൻ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇതിനായി ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. വലിയ ജനക്കൂട്ടത്തിനൊപ്പം പ്രദക്ഷിണത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന സീനുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തത്. ഫൈറ്റ് സീനും ഒരു പാട്ട് സീനും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡിസംബറിൽ നടക്കുന്ന യഥാർത്ഥ പാലാ ജൂബിലി തിരുനാൾ അതേപടി പകർത്തുകയാണ് സംവിധായകനും ഛായാഗ്രാഹകനും ചേർന്ന്. രാത്രി 9 മണിക്ക് ആരംഭിക്കുന്ന ഷൂട്ടിംഗ് പുലർച്ചെ 5 മണി വരെ നീളും. അതാണ് പ്രത്യേകത. ജൂബിലി യഥാർത്ഥമെന്ന് തോന്നാനായിട്ട് ഷൂട്ടിംഗ് നടക്കുന്ന ഭാഗത്തെ കടകളെല്ലാം വെളുപ്പിനെ വരെ തുറന്നിടും. അവയെല്ലാം ദീപാലങ്ങൾ കൊണ്ട് സജ്ജമാക്കിയിരുന്നു. കച്ചവടക്കാർക്കെല്ലാം 10 ദിവസത്തേക്ക് 80,000 രൂപ വീതമാണ് പ്രതിഫലം. ജൂബിലിയിൽ മാതാവിൻ്റെ പ്രദർശനം 2 ദിവസമാണെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയത് 10 ദിവസമാണ്. കുരിശുപള്ളിക്ക് മുന്നിലെ റോഡ് മുഴുവൻ ഉപയോഗിച്ചാണ് ഷൂട്ടിംഗ്. രാത്രി 9-ന് ശേഷം ഇവിടെ ഇതിനായി ഗതാഗത നിയന്ത്രണമുണ്ട്. ഗുരുവായൂരിൽ നിന്നുൾപ്പെടെയാണ് സിനിമയിൽ അഭിനയിക്കാനായി വഴിയോര കച്ചവടക്കാർ എത്തിച്ചിരിക്കുന്നത്. 10 ദിവസത്തേക്ക് ഇവർക്ക് 80,000 രൂപയാണ് സിനിമയുടെ നിർമ്മാതാക്കൾ നൽകുന്നത്. കൂടാതെ താമസവുമുണ്ട്. മുത്തുകുടകളും കുരിശും മാതാവിൻ്റെ രൂപവുമെല്ലാം ഒരുക്കി പ്രദർശനം അങ്ങനെ പൊടി പൊടിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന യഥാർത്ഥ പാലാ ജൂബിലി തിരുനാളിൽ ചിത്രത്തിൻ്റെ ഈ ഷൂട്ടിംഗ് നടത്താനായിരുന്നു സംവിധായകനും അണിയറ പ്രവർത്തകരും തീരുമാനിച്ചത്. എന്നാൽ കേന്ദ്രമന്ത്രി ആയതിനാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും അഭിനയത്തിന് അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് അത് ഉപേക്ഷിക്കേണ്ടി വന്നത്. ചങ്ങനാശ്ശേരി സ്വദേശിയായ മാത്യു തോമസ് പ്ലാമൂട്ടിലാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ്. ഇന്ദ്രജിത്ത്, ലാൽ, ജോണി ആൻ്റണി, ലാലു അലക്സ് തുടങ്ങിയവരും ചിത്രത്തിന് വേണ്ടി പാലയിൽ തന്നെയുണ്ട്.